വിദേശത്ത് കേന്ദ്ര സർക്കാരിന്റെയും ബിജെപിക്കെതിരെയും വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യം കുറയുകയാണെന്നും രാഹുൽ പറഞ്ഞു. മാനനഷ്ട കേസിൽ ഇന്ത്യയിൽ പരമാവധി ശിക്ഷ ലഭിക്കുന്ന വ്യക്തിയാണ് താനെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ചർച്ചയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാക്കുമെന്ന പ്രധാനമന്ത്രി പറയുന്നത് വിശ്വസിക്കാനാകില്ലെന്നും രാഹുൽ പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തെ വളർച്ചാ നിരക്ക് നിലവിലില്ല. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുകയാണെന്നും സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും പിടിച്ചടക്കുകയാണ് ചെയ്യുന്നതെന്നും രാഹുൽ വിമർശിച്ചു. The central difference between how we see it and how the BJP sees it is we believe in decentralization of power. We believe in supporting the small and medium industries, and we believe that they are the engine of growth in India. And they tend to concentrate power and wealth in few limited people. So that's, I would say, broadly that's the difference in the economic perspective. ചൈന നമ്മുടെ പ്രദേശം കൈവശപ്പെടുത്തിയെന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ രാഹുൽ 1947 ശേഷം ഇന്ത്യയിൽ മാനനഷ്ട കേസിൽ പരമാവധി ശിക്ഷ ലഭിക്കുന്ന വ്യക്തിയാണ് താനെന്നും കൂട്ടിച്ചേർത്തു. I'm the first person in India to be given the highest punishment for a defamation case. It's the first case. I'm the first person in Indian history since 1947. Right? Nobody has been given the maximum sentence on defamation, and that too on the first offense. Right? So that should explain what's going on to you. And my disqualification happens quite interestingly after I make a speech about Mr. Adani on Parliament. So you can do the math. അടുത്ത 3 സംസ്ഥാനങ്ങളിൽ കർണാടക ആവർത്തിക്കും. പ്രതിപക്ഷ ഐക്യശ്രമങ്ങളിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും മോദി വീണ്ടും വരുമെന്ന പ്രചാരണത്തിനപ്പുറം വലിയ വിസ്മയം നടക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നും ലീഗിന് മതേതരമല്ലാത്തതായി ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് ലീഗ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു രാഹുലിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.